നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റൺവേയിലെ ലൈറ്റുകൾ തെളിയാതിരുന്നതിനെ തുടർന്ന് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടിയിരുന്ന 7 വിമാനങ്ങളെ വഴിതിരിച്ചുവിടുകയുണ്ടായി. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ശേഷമാണ് സംഭവം. തിരുവനന്തപുരത്ത് ഇറങ്ങേണ്ടിയിരുന്ന 5 യാത്രാ വിമാനങ്ങളെ കൊച്ചിയിലേക്കും വായുസേനയുടെ 2 വിമാനങ്ങളെ കൊച്ചി, തഞ്ചാവൂർ എന്നിവിടങ്ങളിലേക്കുമാണ് തിരിച്ചുവിട്ടത്. സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതിനെ തുടർന്ന് രാത്രി 7:30ഓടുകൂടി 7 വിമാനങ്ങളും തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തി. ഡൽഹി, മുംബൈ, ബാംഗ്ലൂരു, അബുദാബി, ഷാർജ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ യാത്രാ വിമാനങ്ങളെയും വായുസേനയുടെ 2 വിമാനങ്ങളെയുമാണ് തിരിച്ചുവിട്ടത് എന്ന് വിമാനത്താവള അധികൃതർ പറയുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ റൺവേയുടെ പുനർനിർമ്മാണം ജനുവരി 14-ന് തുടങ്ങിയിരുന്നു. 3374 മീറ്റർ നീളമുള്ള റൺവേയുടെ റീകാർപ്പറ്റിംഗ് അടക്കമുള്ള ജോലികൾ മാർച്ച് 29-നാണ് പൂർത്തിയാക്കുക. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ റൺവേ അടച്ചിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. റൺവേ തിരിച്ചറിയുന്നതിന് അതിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ലൈറ്റുകൾ ഓഫാക്കിയ ശേഷമാണ് നിർമ്മാണം നടത്തുന്നത്. തുടർന്ന് ഇവ വീണ്ടും പ്രവർത്തനക്ഷമമാക്കിയപ്പോൾ സാങ്കേതിക തകരാറ് സംഭവിച്ചുവെന്നാണ് വിമാനത്താവള അധികൃതർ നൽകിയ വിശദീകരണം. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും വഴിയിലായത് യാത്രക്കാർ തന്നെയാണ്. 7 വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്. അത് 2 എണ്ണം വായുസേനയുടെ വിമാനമായിരുന്നു. ബാക്കി 5 വിമാനവും യാത്രാ വിമാനങ്ങളായിരുന്നു. ഡൽഹിയിൽ നിന്നും, ബാംഗ്ലൂരിൽ നിന്നും, അബുദാബിയിൽ നിന്നും, ഷാർജയിൽ നിന്നും, മുംബൈയിൽ നിന്നുമൊക്കെ വന്നിട്ടുള്ള യാത്രാ വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത്. എന്തായാലും പ്രവാസികൾ കുടുങ്ങിപ്പോയിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. തിരിച്ച് അതായത് മണിക്കൂറുകൾക്ക് ശേഷം ലൈറ്റിന്റെ പോരായ്മകളൊക്കെ തന്നെ ശരിയായതിനു ശേഷം വീണ്ടും തിരിച്ചിവിടേക്ക് തന്നെയാണ് യാത്ര തിരിച്ചത്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത്, എയർ ഇന്ത്യ വിമാനം വൈകിയതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാർ പ്രതിഷേധിച്ചു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. മണിക്കൂറുകളോളമാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ പ്രതിഷേധം നീണ്ടുനിന്നത്.